ഇന്ന് നമുക്ക് തലേ ദിവസം ബാക്കി വരുന്ന ചോറ് കൊണ്ട് എങ്ങനെ നല്ല സോഫ്റ്റായ പുട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി നമ്മൾ തലേ ദിവസം ബാക്കിയുള്ള ചോറ് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കണം. രാവിലെ ആകുമ്പോഴേക്കും ചോറ് നന്നായിട്ട് തണുത്ത് ഐസായിരിക്കുന്നത് കാണാം. നല്ല കട്ടിയായിരിക്കും ചോറ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക. ഐസ് നന്നായിട്ട് അലിഞ്ഞു വന്ന ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. മുഴുവൻ ചോറും നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചോറ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. വെള്ളത്തിൻ്റെ അംശം വളരെയധികം കുറവായിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അധികം അരഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ തരി വെച്ച് വേണം ചോറ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പുട്ടിൻ്റെ അരി പൊടിക്കുന്ന അതേ പരുവത്തിൽ തന്നെയായിരിക്കും ചോറും നമുക്ക് പൊടിഞ്ഞ് കിട്ടുക. പൊടിച്ചെടുത്ത ചോറിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചോറ് പൊടിച്ചതിലെ ഈർപ്പം ഒന്ന് കുറച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അരിപ്പൊടി അധികമായി പോകരുത്. ആവശ്യത്തിന് മാത്രം അരിപ്പൊടി ചേർത്തൊന്ന് നന്നായിട്ട് കട്ടയില്ലാതെ കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചോറ് കൊണ്ടുള്ള പുട്ടുപൊടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുന്നത് പോലെ തന്നെ ഒരു പുട്ടുകുറ്റി എടുത്ത് അതിൽ തേങ്ങയും അരിപ്പൊടിയും ചേർത്ത് പുട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റായ ചോറ് കൊണ്ടുള്ള പുട്ട് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക.